നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെഫീഖ് മട്ടന്നൂർ. മാർക്കോ സിനിമ മലയാളം ഈ അടുത്ത് കണ്ട ഏറ്റവും ചർച്ച ചെയ്തൊരു സിനിമയാണ് അല്ലേ. ഒരു സിനിമ സമൂഹത്തെ ബാധിക്കുമോ? പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇന്നത്തെ തലമുറ എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെല്ലാം കാണുന്നു, ഒരുപാട് സീരീസുകൾ കാണുന്നു, സിനിമകൾ കാണുന്നു. ഇതെല്ലാം സമൂഹത്തെ ബാധിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓർ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റ് ബി സംഭവിക്കാം. ഇന്ന് രാവിലെ നമ്മൾ കണ്ട വാർത്തയാണ് മാർക്കോ സിനിമ ബാൻ ചെയ്തു. ഇനി സിനിമ OTT റിലീസ് ചെയ്യില്ല, അതുപോലെ TV-യിൽ പ്രദർശിപ്പിക്കുന്നുള്ളത്. സോ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞു, ഇതുപോലുള്ള സിനിമ ഇനി ചെയ്യില്ല. മാർക്കോ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊരു 18+ മൂവിയാണ്, വയലൻസ് അധികമുള്ള, മലയാളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വയലൻസ് ഈ സിനിമയിലുണ്ടെന്ന്. ഓക്കെ, അത് ശരിയായിരിക്കാം. ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത്, ആർക്കും കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു സിനിമ ഇറക്കണോ? നമ്മുടെ സൊസൈറ്റിക്ക് ഏത് കാര്യമാണെങ്കിലും ഒരു സന്ദേശം നൽകും. ഇപ്പം നമുക്കറിയാം, പണ്ട് കാലത്ത് കിരീടം, ചെങ്കോൾ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് ഗത്യന്തരമില്ലാതെ നായകൻ വില്ലനെ കൊല്ലുന്ന സീനൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ RDX പോലുള്ള RDX കഴിഞ്ഞിട്ട് ഇപ്പോൾ മാർക്കോ, അതുപോലെ ഒരുപാട് സിനിമകൾ ഈ വയലൻസ് ഓവറായിട്ട്, ബ്ലഡ് ഷെഡ് ആയിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇറിറ്റേഷനും ഒരുമാതിരി അഡ്രീനാലിൻ റഷൊക്കെ വരുമെങ്കിലും നമുക്ക് ഒരുമാതിരി ഒരു ഫീലാണത്, നമുക്കൊരു സഫോക്കേഷനാണ്. സോ ഇത്തരം സിനിമകൾ എന്ത് സന്ദേശമാണ് സൊസൈറ്റിക്ക് നൽകുന്നതാണ്? മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് ബുക്ക് മൈ ഷോയില് 18+, അതായത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ടിക്കറ്റ് കൊടുക്കാവുന്ന ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത്, യുവാക്കൾ ഈ സിനിമ കണ്ടു വഴിതെറ്റുന്നു, കുട്ടികൾ കാണാൻ പാടില്ല. പിന്നെ ആരാണ് ഈ സിനിമയുടെ ടാർഗറ്റ് ഓഡിയൻസ്? ഇവരാരെ ടാർഗറ്റ് ചെയ്താണ് ഈ സിനിമ ഇറക്കുന്നത്? ഒരു സമൂഹത്തെ അത് മോശമായി ബാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അതങ്ങനെ ഇമ്പാക്ട് ചെയ്യുമെങ്കിൽ എന്തിനാണ് ഇത്തരം സിനിമകൾ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആക്ഷൻ മൂവീസും അങ്ങനത്തെ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും മാർക്കോനെ നമ്മൾ വ്യത്യസ്തമാക്കുന്നത് അത്രയും വയലൻസ് ആണ്. ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയുടെ വയറ്റത്ത് ചവിട്ട്, അങ്ങനെ എന്തൊക്കെ സീനുകൾ ഉണ്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സഹീന സിനിമാസിൽ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു യുവാവ് ഈ സിനിമ കണ്ടിട്ട് പുള്ളിക്ക് എന്തോ അസ്വസ്ഥയായിട്ട് ബോധക്കേട് പോലെ വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് പുള്ളി ആ സമയത്ത് ആ സിനിമ കാണുന്നുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്. സോ ഞാൻ ഈ സിനിമ പേഴ്സണലി കണ്ടില്ല. ബിക്കോസ് എനിക്ക് ഇത്തരം സിനിമകൾ, ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കിയ ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു ഹോണ്ടഡ് ആയിട്ടൊരു സിനിമ എന്ന് പറയുന്നത് വെൽക്കം ഹോം, ഹിന്ദിയാണ്. അതൊരു റിയൽ സ്റ്റോറി ആണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ കണ്ടുപോയതാണ്. ആൻഡ് പിന്നെ ഞാൻ കണ്ടത് അപ്പോകലിപ്റ്റ്. പക്ഷെ അതൊരു വേൾഡ് ക്ലാസ് സിനിമയാണ്, അതിനെ നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഷെരീഫ് മുഹമ്മദ് നിർമ്മാതാവ് പറയുന്നു ഇത്തരം സിനിമകൾ ഇനി ഇറക്കില്ല, അല്ലെങ്കിൽ മാർക്കോ ഇറങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഈ സിനിമകളെ കാണരുതെന്ന് നിർമ്മാതാവ് പറയുന്നു. നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കുന്ന ഒരാളാണ്. പിന്നെ ഇവർ ആർക്ക് വേണ്ടിയാണ് സിനിമ ഇറക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സെക്കൻഡ്, ഇതിന്റെ സംവിധായകൻ ഹനീഫ് അദേനി പറയുന്നു ഇത് എന്താണ് സൊസൈറ്റിയെ ബാധിക്കുമായിരിക്കും എന്നൊക്കെ മുൻപൊരു ചർച്ചയുണ്ടായിരുന്നു. സോ ഒരു പ്രോഡക്റ്റ് ഒരു ആൾക്കൊരു സിനിമ ഇറക്കുമ്പോൾ അത് അത്തരം ഒരു ചിന്ത നമുക്ക് ഡ്രോബാക്ക് വരും എന്ന് പിന്നീട് അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ പേഴ്സണലി ഞാൻ പറയാണ്, സിനിമ എനിക്ക് തോന്നിയത് ഒരു 50% നമ്മളുടെ ഇന്നത്തെ തലമുറയെ ബാധിക്കുന്നുണ്ടെന്ന് തന്നെയാണ്. കാരണം നമ്മുടെ ഇന്നത്തെ ക്രൈം റേറ്റ് നോക്കിക്കഴിഞ്ഞാലും ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ ഞെട്ടിക്കുന്ന, ഹോണ്ടിങ് ആയിട്ടുള്ള, ബിക്കോസ് നമുക്കൊരു ഡൈജഷൻ പോലും ചെയ്യാൻ പറ്റാത്തൊരു തരം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സോ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു തീരുമാനം CBFC ആണ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ് ഈ മാർക്കോ മൂവി ബാൻ ചെയ്തെന്നുള്ളൊരു സംഭവം ഇന്ന് രാവിലെ പുറത്തുവിട്ടിരിക്കുന്നത്. സോ നല്ലൊരു തീരുമാനമായിരിക്കും. ഇനി നമുക്ക് അങ്ങോട്ട് നോക്കാം. എന്ന് വെച്ച് സിനിമകൾ ക്രിയേറ്റീവാണ്, അത് ഇറങ്ങാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ബിക്കോസ് ഒരു ലിമിറ്റ് വെക്കുക. സോ നമ്മൾ കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നുള്ള ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് സിനിമ ഇറക്കുക. 18+ ആണ്, അല്ലെങ്കിൽ വയലൻസ് A+ സർട്ടിഫിക്കറ്റ് ആണെന്ന് വിചാരിച്ചാൽ എന്തും കാണിക്കാം എന്നുള്ളൊരു ധാരണയിൽ സിനിമ ഇറക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസും പിന്നെ കുറച്ച് എൻ്റെ പൊട്ടത്തരങ്ങളും കാര്യങ്ങളായിട്ട് ഞാൻ വരും. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക, അങ്ങനെ എന്തൊക്കെയുണ്ട് കമൻറ്റ് ചെയ്യുക, ഒക്കെ നിങ്ങൾ ചെയ്യുക. താങ്ക് യു.